ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വ്ളോഗിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കുട്ടികളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത 10 കാര്യങ്ങളെക്കുറിച്ചാണ്. നാം അറിഞ്ഞും അറിയാതെയും പറയുന്ന ഈ 10 കാര്യങ്ങൾ നമ്മുടെ മക്കളെ വളർത്തുകയല്ല, പകരം തളർത്തുകയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ 10 കാര്യങ്ങൾ എന്ന് ഞാൻ പറയുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന ചുവന്ന ലെറ്ററിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞാനിടുന്ന എല്ലാ വീഡിയോകളും അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഇനി ഏതൊക്കെയാണ് 10 കാര്യങ്ങളെന്ന് ഞാൻ പറയട്ടെ. ആദ്യം പറയുന്നത്, നീ ഒരു ചീത്ത കുട്ടിയാണ്. ഒരിക്കലും നാം നമ്മുടെ കുട്ടിയോട് പറയാൻ പാടില്ലാത്ത ഒന്നാണ്. നീ ഒരു ചീത്ത കുട്ടിയാണ്. പലപ്പോഴും ഇത്തരം വാക്കുകൾ നമ്മുടെ കുട്ടികളെ മനസ്സിനെ ബാധിക്കുകയും അത് അവരുടെ വളർച്ചയെ തടയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നാം നമ്മുടെ മക്കളോട് നീ ഒരു ചീത്ത കുട്ടിയാണ് അല്ലെങ്കിൽ മോശം കുട്ടിയാണ് എന്ന് ഒരിക്കലും പറയരുത്. രണ്ടാമത്തേത്, നേരിട്ട് നോ പറയുക. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴേക്കും ഇല്ല, അത് കഴിയില്ല, അത് പറ്റില്ല എന്ന് അടിച്ചമർത്തി പറയാതിരിക്കുക. കുട്ടികൾ പറയുന്നത് സാവധാനം സശ്രദ്ധം കേട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക. മൂന്നാമത്തേത്, ഡോണ്ട് ടോക്ക് ടു മീ. എന്നോട് സംസാരിക്കേണ്ട. പല രക്ഷിതാക്കളും ചെയ്യുന്ന ഒരു വലിയ അബദ്ധമാണിത്. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴേക്കും, കുട്ടികൾ അവർ മനസ്സ് തുറന്നു വരുമ്പോഴേക്കും നീ എന്നോട് സംസാരിക്കേണ്ട എന്ന് നമ്മൾ പറയും. ഇത് നമ്മുടെ കുട്ടിയെ നമ്മോട് പങ്കുവെക്കാനുള്ള, മനസ്സ് തുറക്കാനുള്ള അവരുടെ ഇഷ്ടത്തെയാണ് ഇല്ലായ്മ ചെയ്യുന്നത്. നാലാമത്തേത്, വൈ കാണ്ട് യു ബി ലൈക്ക് യുവർ സിസ്റ്റർ. എന്തുകൊണ്ട് നിനക്ക് നിന്റെ സഹോദരനെ പോലെ ആയിക്കൂടാ, അല്ലെങ്കിൽ സഹോദരനെ പോലെ ആയിക്കൂടാ എന്ന ചില വാക്കുകൾ. പലപ്പോഴും ഇത് ഈ താരതമ്യം നമ്മുടെ കുട്ടികൾ വെറുക്കും. അത് അവരുടെ മനസ്സിനെ വല്ലാതെ തളർത്തി കളയും. അഞ്ചാമത്തേത്, ലീവ് മീ അലോൺ. എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. എന്തെങ്കിലുമൊക്കെ കുട്ടികൾ കാര്യമായി പറഞ്ഞു വരുമ്പോഴേക്ക് അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ലേ, എന്നെ അങ്ങോട്ട് വെറുതെ വിട്ടേക്ക്. ഇങ്ങനെയുള്ള വാക്കുകൾ. ആറാമത്തേത്, നിന്നെ പോലെയുള്ള കുട്ടീനെ ആർക്കും വേണ്ട. ഈ ഭൂമിയിൽ ആർക്കും നിന്നെ പോലെ കുട്ടികൾ ഇഷ്ടമല്ല, ആർക്കും അങ്ങനെയുള്ള കുട്ടികളെ വേണ്ട. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ മാനസികമായി വളരെയധികം തകർന്നു പോകും. അതുകൊണ്ട് ഒരിക്കലും നാം ഈ ഒരു സെന്റൻസ് കുട്ടികളോട് പറയരുത്. ഏഴാമത്തേത്, നിനക്കത് ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് ചാടിക്കേറി പറയും അയ്യോ ഇത് നിന്നെ കൊണ്ട് പറ്റില്ല. ഇത് എന്തെങ്കിലും ശ്രമിക്കുക എന്നുള്ള സെൽഫ് എഫിക്കസി കുട്ടികൾക്ക് വളർത്തിയെടുക്കേണ്ട ഏറ്റവും വലിയൊരു സ്കില്ലാണ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ, ഞാനൊന്ന് എഴുതി നോക്കട്ടെ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഈ സെൽഫ് എഫിക്കസി എന്ന സ്കിൽസിനെയാണ് ഇത് തടയുന്നത്. അതുകൊണ്ട് കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിനക്ക് പറ്റുമെന്ന ബോധ്യമുള്ള പോസിറ്റീവ് ഫീഡ്ബാക്കുകളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. എട്ടാമത്തേത് പറയുന്നത്, ആൺകുട്ടികൾ ഇങ്ങനെ ചെയ്യാറില്ല, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യാറില്ല. ചെറിയ പ്രായ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുമ്പോഴേക്കും അവർ ആൺകുട്ടിയും പെൺകുട്ടിയായി വേർതിരിക്കല്ലേ, അവരത് ചെയ്യാൻ ശ്രമിക്കട്ടെ. അവരിൽ നിന്ന് നമുക്ക് അതിനുശേഷം അത് വേർതിരിച്ച് എടുക്കാവുന്നതാണ്. ഇനി 9ാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പല വീടുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ അബദ്ധം അതെന്താണെന്ന് വെച്ചാൽ, അച്ഛനിങ്ങോട്ട് വരട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. ഇത് അച്ഛനൊരു ഭീകര രൂപിയായി, അല്ലെങ്കിൽ അച്ഛൻ എന്തോ ഒരു വലിയ സംഭവമാണെന്ന തെറ്റിദ്ധാരണയിലേക്ക്, പേടിപ്പെടുത്തലിലേക്ക് കുട്ടികളെ നയിക്കും. ഇത് നമ്മുടെ കുട്ടികളെ പങ്കുവെക്കാനുള്ള ഇഷ്ടത്തെ ഇല്ലായ്മ ചെയ്യും. ഇനി 10ാമത്തെ പോയിന്റ്, ചെറിയ കുട്ടികൾ ഇങ്ങനെ ചെയ്യാറില്ല, അല്ലെങ്കിൽ വലിയ കുട്ടികൾ ഇങ്ങനെ പെരുമാറാറില്ല. എന്താ, കുട്ടികളെ വലുതും ചെറുതുമായി വേർതിരിക്കല്ലേ. അവർക്ക് പറയുവാനുള്ളത്, അവർക്ക് ചെയ്യുവാനുള്ളത് ചെയ്യട്ടെ. അവർ വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ. അവർക്ക് ധൈര്യപൂർവ്വം ചെയ്യാനുള്ള ഒരു ബാക്ക് സപ്പോർട്ട്, ഒരു പിന്തുണയാണ് നാം കൊടുക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തട്ടെ. ഇനി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.